സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ഉന്നതതല യോഗം ഇന്ന്. ക്രമസമാധാന പാലന ചുമതലയുള്ള എഡിജിപിയാണ് യോഗം വിളിച്ചത്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് യോഗം. അപകടം കുറയ്ക്കാൻ രാത്രിയും പകലും കർശന പരിശോധനയ്ക്ക് തീരുമാനമായിരുന്നു. വി അരുണാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് യോഗം ചേരുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഉച്ചയ്ക്കാണ് യോഗം. വളരെ പ്രധാനപ്പെട്ട യോഗമാണ് ചേരുന്നത്. സംസ്ഥാനം നമുക്കറിയാം, ഒരു പരിഷ്കൃത സമൂഹത്തിന് നാണക്കേടാകുന്ന തരത്തിൽ അപകട പരമ്പരയാണ് സംസ്ഥാനത്തുണ്ടാകുന്നത്. പുറത്തേക്കിറങ്ങിയാൽ വീട്ടിലേക്ക് തിരികെ ചെല്ലും എന്ന് ഉറപ്പു പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പല സ്ഥലങ്ങളും മാറുന്നു. തികച്ചും നിരപരാധികളായ വഴിയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നു, കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും അപകട നിരക്ക് വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. വലിയ ആശങ്കയിലാണ് പലപ്പോഴും റോഡിറങ്ങാൻ പോലും ആളുകൾ ഭയക്കുന്ന അവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ ഗതാഗത സംവിധാനങ്ങൾ മാറുന്നു, അല്ലെങ്കിൽ റോഡ് യാത്രകൾ അത്രയധികം ഭീതിതമാകുന്നു. ആ സാഹചര്യത്തിലാണ് ഇന്ന് വളരെ നിർണായകമായ യോഗം പോലീസ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. കൃത്യമായ പഠനങ്ങൾ എല്ലാ കാലങ്ങളിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിൽ റോഡുകളുടെ അപാകമോ അല്ലെങ്കിൽ ഗതാഗത സംവിധാനങ്ങളിലെ പര്യാപ്തതയോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് കൃത്യമായി പരിഹരിച്ചു പോകാൻ കഴിയുന്നില്ല. അതാണ് സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വളരെ വേഗത്തിൽ സംസ്ഥാനത്ത് പുതിയ റോഡുകൾ വരുന്നു, അതിനനുസരിച്ച് അപകട നിരക്കും കൂടുന്നു. അതാണ് സംസ്ഥാന സർക്കാരിനെ വല്ലാതെ ആശങ്കയിലാക്കുന്നത്. ആ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം ചേരുന്നു. പോലീസിന്റെ യോഗമാണ് ചേരുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രിയൊക്കെ അപകട മേഖല, പാലക്കാട്ട് അപകട മേഖലകളൊക്കെ സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ഇന്ന് ഈ പോലീസിന്റെ യോഗം വളരെ നിർണായകമാണ്. ഏതൊക്കെ തരത്തിലാണ് ഈ നിയമം കർശനമായി നടപ്പാക്കാനും അതുപോലെ അപകടരഹിതമായി മാറ്റാൻ, നിരത്തുകളെ മാറ്റാൻ കഴിയുമെന്ന കാര്യത്തിൽ വളരെ നിർണായകമായ ചർച്ചകൾ ഇന്നത്തെ യോഗത്തിലുണ്ടാകും. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഉച്ചയ്ക്കാണ് യോഗം ചേരുക. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.